നമ്മനെ ഇത് നിനക്ക്, ഇത് നിനക്ക്. ആ പോയിക്കോ. ഇവിടുന്ന് ഓഫീസിലോട്ട് പോയതല്ലേ ഉള്ളൂ, പിന്നെന്താ പെട്ടെന്നെങ്കി പോന്നെ? പാപ്പ, മുഞ്ചുള്ള പെൺപിള്ളാരെ ഒന്നും നോക്കില്ലെന്ന് ഉമ്മ പറഞ്ഞത് മറന്നോ? വായരക്കടാ. ആ, നിങ്ങൾ ഓത്തുപള്ളിയിലോട്ട് പൊക്കോ, അച്ഛനങ്ങ് വന്നേക്കാം. അച്ഛനാ? ഏത് പള്ളിയിലച്ഛനോ? ആ അച്ഛനല്ല, ഈ അച്ഛൻ, ബാപ്പ. ആ ബാപ്പ അങ്ങ് വന്നേക്കാം. നിങ്ങൾ രണ്ടുപേരും പൊക്കോ, സൂക്ഷിച്ചു പോണേ. ആ ഈശ്വര, ഇവളുടെ ജോലി പോയോ? ഞാൻ ഒരുപാട് പറഞ്ഞു, അതുകൊണ്ടാ സമ്മതിച്ചത്. പിന്നെ അങ്ങേർക്കെന്നെ വലിയ കാര്യ. അല്ല, എന്ത് കാര്യം പറയണേ? ഇയാളുടെ ജോലിക്കാര്യം. ജോലിയേ? അതെ, കിട്ടിന്ന് എന്നെ കൂട്ടിക്കോളൂ. നാളെ ഇയാളെയും കൂട്ടി ചെല്ലാൻ പറഞ്ഞിരിക്കുക. ആര്? MD. അതൊന്നും വേണ്ട മീര. എനിക്ക് വേണ്ടി മീര എന്തിനാ ബുദ്ധിമുട്ടുന്നത്? അങ്ങനെയൊക്കെ ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ ഇയാൾക്ക് വേണ്ടി ഇത്തിരി ബുദ്ധിമുട്ടാൻ ലേശം മനസ്സെനിക്കുണ്ടെന്ന് കൂട്ടിക്കോ. എന്താ? ഏതാ പോയ പെണ്ണ്? വേലുകുറുപ്പിന്റെ മോളാ. ആഹാ, അല്ല എനിക്കൊരു കാര്യം. ആ പെൺകുട്ടിയും താനുമായിട്ട് എന്താ ബന്ധം? ഒരു ബന്ധമില്ല ഇഷ്ട. ഞാനിവിടെ 2 ദിവസം താമസിക്കാൻ വന്നതാ. ആ കുട്ടിയുടെ വീട്ടുകാരൻ ഞാനുമായിട്ട് നല്ല അടുപ്പത്തിലാ. വീട്ടുകാര്? അവളുടെ അമ്മ ഒരു കഴുതയാണ്, അച്ഛനൊരു ഡോങ്കി എന്ന് കരുതി അവിടെ ചോദിക്കാനും പറയാനും ആരുമില്ല, താൻ ധരിക്കരുത്. ചോദിക്കാൻ ഇയാളാരാ? ബാബറി മസ്ജിദ്. അത് ഇയാളാ? ആ, അതുപോലെ തർക്കത്തിൽപ്പെട്ട് കിടക്കുന്ന ഒരു പ്രോപ്പർട്ടി. ഞാനൊന്ന് തുമ്മിയാലിവിടെ വർഗീയ ലഹളം നടക്കും, അതിന്റെ ഇടയിൽപ്പെട്ട നീ മയ്യത്താവും. ഓ, ഇപ്പൊ മനസ്സിലായി. ഭാസ്കരൻ. അതെ, മീര പറഞ്ഞായിരുന്നു. ഞാൻ ഭാസ്കരൻ ഒന്ന് കാണാതിരിക്കുന്നു. അയ്യോ, ആരൊക്കെ എതിർത്തിട്ടും ജാതിയും മതവും നോക്കാതെ സ്നേഹിച്ച പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടാൻ കാണിച്ച ഒരു ചങ്കൂറ്റം ഉണ്ടല്ലോ. ഓ, സത്യം പറഞ്ഞത് ഓർക്കുമ്പോ എനിക്കിപ്പോഴും കോൾ മയർ കൊള്ളുന്നു. താനൊരു മാന്യനാണല്ലോ. അതെ. നിങ്ങളും സംസാരിക്കുന്നൊക്കെ ഞാൻ കേട്ടു. തനിക്ക് വേണ്ടി ബുദ്ധിമുട്ടാൻ അവൾക്ക് മനസ്സുള്ളതുപോലെ അവളെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ തനിക്കും മനസ്സുണ്ടെങ്കിൽ നിങ്ങളുടെ കല്യാണം ഞാൻ നടത്തി തരും. താൻ ഏത് ജാതിയാണെങ്കിലും. പിന്നെ അയാള് നാളെ ചേച്ചിയോട് വരുന്നില്ല എന്ന് പറഞ്ഞു. എന്താ? അയാൾക്ക് ജോലി വേണ്ടാന്ന്. പിന്നെ ചേച്ചിയോടും ജോലിക്ക് പോകണ്ടെന്ന് പറഞ്ഞു. പ്രായമായ പെൺപിള്ളേര് ജോലിക്ക് അയക്കുകയല്ല, കെട്ടിച്ചയക്കാണ് വേണ്ടെന്നും പറഞ്ഞു. ആരാ ഇതൊക്കെ പറഞ്ഞതെന്ന്? അയാള് തന്നെ. ഓ, കെട്ടിക്കൊണ്ടു പോണ മരം കൊണ്ടൊന്നും ജോലിയൊന്നും ഇല്ലെങ്കിൽ എങ്ങനെയാ ജീവിക്കുന്നെന്നും കൂടി ചോദിച്ചു വാ. മരങ്ങോടൻ, അത് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. ആ, അയാള് പറഞ്ഞത്. അതും ഇതും തമ്മിൽ എന്താ ബന്ധം? നിനക്കിപ്പോ എന്താ വേണ്ടത്? മര്യാദക്ക് പറഞ്ഞോ, എന്നേക്കാ മൂത്തതാണോ ഞാൻ നോക്കൂല. നീ എന്ത് ചെയ്യുന്നാ? പിടിച്ച് കെട്ടിക്കും. തിടുക്കത്തിലുള്ള വരവും ജോലി ശരിയാക്കലോ കണ്ടപ്പോ ഇങ്ങനെ വല്ലതുണ്ടോ എന്ന് അറിയാനാ ഞാൻ ഈ നമ്പർ ഇട്ടത്. ഇപ്പൊ ബോധ്യായി. വേണ്ട വേണ്ട വേണ്ട, ഉരുളണ്ട. അതുകൊണ്ട് നാളെ തന്നെ അയാളെ കൂട്ടിക്കൊണ്ടുപോയി ജോലി ശരിയായി കൊടുത്തോ. എനിക്കിഷ്ടായി, നിങ്ങൾ തമ്മിൽ നല്ല ചേർച്ച. എനിക്ക് ഇഷ്ടാട്ടോ. ആരായിട്ട് നിനക്കിഷ്ടം? മരങ്ങോടനെ. അല്ല, ഞാൻ ആലോചിക്കായിരുന്നേ. ആലോചിച്ചോ? ആരെങ്കിലും വേണ്ടാന്ന് പറഞ്ഞു? ഓ, എന്നാ ഇപ്പൊ പറയുന്നില്ല. അപ്പലേശം ഗൗരവമുള്ള കാര്യ. അതെ, നമ്മുടെ മീരയുടെ കാര്യ. ആ ചെറുക്കന് ജോലി ശരിയായ നമുക്കൊന്ന് ആലോചിച്ചാലോ? എനിക്കും താല്പര്യമുണ്ട്. കുറുപ്പിന് അവളെ പിരിയാൻ വിഷമല്ലേ? അവളും അവനും കൂടി ഇവിടെ അങ്ങോട്ട് കൂടിക്കോളും. ഏതായാലും ജോലിയൊക്കെ ശരിയാവട്ടെ, പിന്നെ അയാൾക്ക് എങ്ങനെയാന്ന് അറിയണല്ലോ. ഓ, അവൻ 100 വട്ടം സമ്മതിക്കും. അവനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു മഹാഭാഗ്യമല്ലേ? പിന്നെ നമ്മളെ മീരി അവന് വലിയ ഇഷ്ടാ. ഇതെന്താ എല്ലാം കെട്ടിപ്പെറുക്കണേ? ആ, ഞാൻ അങ്ങോട്ട് വരാൻ തുടങ്ങിയായിരുന്നു. എന്താ? എന്താണെന്നോ, എനിക്ക് പോണ്ടേ. ഇപ്പൊ തന്നെ കൊറേ വൈകി. ഇനിയും പോവാതിരുന്നാ. അല്ല,
അപ്പൊ ഞാൻ പറഞ്ഞ ജോലി ആ, അത് എനിക്ക് വേറൊരു ജോലി കിട്ടി. എവിടെ? കുറച്ച് ദൂരെയാ. എന്നോടെന്താ നേരത്തെ പറയാഞ്ഞേ? ഇന്നലെ വളരെ വൈകിയ ഞാൻ അറിഞ്ഞത്. നന്നായി, ഒരു ജോലിയായല്ലോ. എനിക്ക് സന്തോഷായി. അപ്പോ ഞങ്ങളൊക്കെ വിട്ട് പോവല്ലേ? മറക്കില്ല, ഇവിടുന്ന് കഴിച്ച ഭക്ഷണത്തിന്റെ സ്വാദ് എന്നും ഈ നാവിലുണ്ടാവും. കിട്ടിയ സ്നേഹത്തിന്റെ വിലയും നല്ലോണം അറിയാം. മീരയുടെ ചേച്ചിയെ വിളിക്കടി. വേണ്ട, ചോദിച്ചെന്നേ ഉള്ളൂ. മീരയുടെ യാത്ര പറഞ്ഞു. എന്നാ പിന്നെ ആയിക്കോട്ടെ, വരട്ടെ. അപ്പൊ എങ്ങനെയാ, ഞാൻ ഓടിക്കണോ അതോ ബായി ഓടിക്കുന്നോ? സുപ്പം തന്നെ ഓടിച്ചോ. ഓക്കെ. അവിടെ ചെന്നാലുടൻ കത്തയക്കില്ലേ? അയക്കും. അഡ്രസ് അറിയോ? അത് അത് ഇല്ല. ഇതിലുണ്ട്. ഇതെന്താ? കയ്യിൽ വെച്ചോ. പരിചയമില്ലാത്തൊരിടത്തേക്ക് പോവുമല്ലേ? ഇതൊന്നും വേണ്ട മീര. വാസ്തവത്തിൽ ഞാന് ദുരഭിമാനമൊക്കെ അങ്ങ് കളയ. തരാൻ അവകാശമുള്ള ആള് തന്നെന്ന് കരുതിയാ മതി. ഇതിപ്പോ ഇയാളെ സംബന്ധിച്ച് ഒരു വലിയ തുകയാ. എനിക്കിത് അരമാസത്തെ ശമ്പളം പോലും ഇല്ല. കടവായിട്ട് കൂട്ടിയാ മതി. ഇയാൾക്ക് ശമ്പളമൊക്കെ കിട്ടുമ്പോ കണക്ക് പറഞ്ഞ് ഞാൻ തിരികെ വാങ്ങിച്ചോളാം. ബായി പോവാ. ജോലിയിലൊക്കെ നല്ലോണം ശ്രദ്ധിക്കണേ. ഇല്ലെങ്കിൽ മരം കൊണ്ട് പാഠം പഠിപ്പിക്കാൻ ഇവിടെ ആളുണ്ട്. കത്തയക്കണം. ഓരോ ദിവസം ഞാൻ കാത്തിരിക്കും. ഹലോ, നരേന്ദ്രൻ ഹിയർ. അതെ, വൈകിട്ട് എന്താ വേണ്ടേ? സ്കോച്ചോ ബ്രാൻഡിയോ? വേണ്ട, സ്കോച്ചും വേണ്ട, ബ്രാൻഡിയും വേണ്ട. ഇല്ല, ഹണ്ടിങ്ങിനും ഇല്ല. 10 മണിക്ക് ഞാൻ ഫ്രീ ആവും. അപ്പൊ കാണാം. എന്തിനാ? ബൈബിള് വായിക്കാനാ? നല്ല നാടൻ വാറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല സ്വയംബൻ സാധനം.